14 ദിവസത്തെ നിശബ്ദ കാത്തിരിപ്പിനൊടുവിൽ 15-ാം നാൾ ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നു. ഏപ്രിൽ 22-ന് ഇന്ത്യൻ അധിനിവേശ കാശ്മീരിൽ ഭീകരവാദികൾ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന് ഇന്ത്യയുടെ മറുപടി. ഇനിയൊരു ലോക മഹായുദ്ധമുണ്ടെങ്കിൽ അത് ജലത്തിനു വേണ്ടിയാകുമോ എന്ന് സംശയിക്കുന്നിടത്ത് ജലം കൊണ്ടുതന്നെ ഒരു യുദ്ധമുണ്ടാകാനുള്ള സാധ്യതകൾ. ടെല്ലിംഗ് അബൌട്ട് ദ cancellation of Indus Water Treaty with Pakistan, the historical conflicts between India and Pakistan, especially the wars of 1947, 1965, 1971 and 1999. offer critical insights into the long-term consequences of wars. തിരിച്ചടികൾ അനിവാര്യമാണെന്നിരിക്കെ അത് യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കും? സാമ്പത്തിക പ്രത്യാഘാതം, ഇക്കണോമിക് ഇമ്പാക്ട്. രാഷ്ട്രത്തിന്റെ ചെലവുകൾ വർദ്ധിക്കുന്നു. യുദ്ധസാധനങ്ങൾ, ആയുധങ്ങൾ, സൈനികരെ വിന്യസിക്കൽ തുടങ്ങിയവയ്ക്ക് വലിയ തോതിൽ ധനം ചെലവഴിക്കേണ്ടി വരും. വാണിജ്യ ഇടപാടുകൾക്ക് തടസ്സം, സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷസ്, വിദേശ നിക്ഷേപകർ പിന്മാറും, നിക്ഷേപ വിശ്വാസ്യതകൾ കുറയും, വിലക്കയറ്റം. എണ്ണയുടെ വില വർദ്ധിച്ചാൽ വാഹനങ്ങൾക്ക് ഇന്ധന ചെലവ് കൂടും. ഇത് സാധനങ്ങളുടെയും സർവീസുകളുടെയും വില ഉയരാൻ കാരണമാകും. തൊഴിൽ നഷ്ടം. വ്യവസായങ്ങൾ അടയ്ക്കപ്പെടാം, ഫോറിൻ ക്ലയൻസ് പിൻവാങ്ങാം, വലിയ തോതിൽ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടും. സാമൂഹ്യ പ്രത്യാഘാതം, മരണങ്ങളും പരിക്കുകളും. സൈനികരും സാധാരണ നിവാസികളും യുദ്ധത്തിൽ കൊല്ലപ്പെടാം, പരിക്കേൽക്കാം. കുടിയേറ്റം. അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിൽ നൂറുകണക്കിന് കുടുംബങ്ങൾ അഭയാർത്ഥികളായി മാറാം. മെന്റൽ ട്രോമ. ഭയവും അനിശ്ചിതത്വവുമെല്ലാം കുട്ടികളെയും മുതിർന്നവരെയും മാനസികമായി ബാധിക്കും. PTSD പോലുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കും. അന്താരാഷ്ട്ര പ്രത്യാഘാതം. UN, US, മറ്റ് രാജ്യങ്ങൾ ശാന്തിക്ക് സമ്മർദ്ദം ചെലുത്തും. പാരിസ്ഥിതിക നാശം. ഈ യുദ്ധത്തിൽ സ്ഫോടനങ്ങൾ, തീപിടുത്തങ്ങൾ, രാസായുധങ്ങൾ എന്നിവ പ്രകൃതിയെ തകർക്കും. സാംസ്കാരിക വിദ്യാഭ്യാസ മേഖല. വിദ്യാഭ്യാസം നഷ്ടപ്പെടും. സ്കൂളുകളും കോളേജുകളും അടയ്ക്കേണ്ടി വരും. വിദ്യാർത്ഥികളുടെ പഠനം വൈകും. കലാസൃഷ്ടിയും കലാപരിപാടികളും നിശബ്ദമാകും. ദേശീയത്വവും അസാക്ഷരതയും ഉയരും. പൊതുജീവിതം. അറസ്റ്റ് ചെയ്യലുകൾ, കർശന നടപടികൾ, നിരോധനങ്ങൾ, കർഫ്യൂകൾ, യാത്രാ നിയന്ത്രണങ്ങൾ എന്നിവ കൊണ്ടുവരാം. മീഡിയ, ഇന്റർനെറ്റ് സേവനങ്ങൾ നിയന്ത്രിക്കപ്പെടാം. വ്യാജ വാർത്തകൾ വ്യാപിക്കുകയും ആളുകൾ ഭയചകിതരാവുകയും ചെയ്യും. യുദ്ധം അതൊരു രാജ്യത്തെ മുഴുവനായും തകർക്കുന്ന മഹാപ്രളയമാണ്. അതിനാൽ തിരിച്ചടികൾ ശാന്തമായി, സുതാര്യമായി, ഭാവിയെ സംരക്ഷിച്ച് ആസൂത്രണം ചെയ്യുവാൻ നമുക്കാകട്ടെ. ജയ് ഹിന്ദ്. സമകാലീന കൊമേഴ്സ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എൻട്രി കൊമേഴ്സിന്റെ മറ്റ് കോഴ്സ് ഡീറ്റെയിൽസ് അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.